Hello students. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സെമസ്റ്ററിലെ ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 1, 2, 3, 4 അതിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലെ ബ്ലോക്ക് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ ഓൾറെഡി ബ്ലോക്ക് 1-ൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടെ നിന്നാണ്, ഇപ്പോൾ നമ്മളൊരു ഗുഹ സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് വരെ എത്തി നിൽക്കുന്ന ആ ലാംഗ്വേജിൻ്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയിൽ നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഈ ലാംഗ്വേജ് ഡെവലപ്പായ ഒരുപാട് തിയറീസ് ലൈക്ക് ഫൂ തിയറി, ടിങ് ഡോങ് തിയറി, അങ്ങനെ ഒരുപാട് തിയറീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാപ്പിറിനൊക്കെ പോലെയുള്ള ഒരുപാട് തിയറിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ തിയറീസ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് നിങ്ങൾ എങ്ങനെയാണ് എന്താണ് ലാംഗ്വേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ബ്ലോക്ക് 1-ൽ ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ ആയിട്ട് നിങ്ങൾ ലാംഗ്വേജിനെ കുറിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ, അതായത് രണ്ടാമത്തെ ബ്ലോക്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിസണിങ് സ്കില്ലിനെ കുറിച്ചൊക്കെയാണ്. അതുപോലെ തന്നെ റീഡിങ് എബിലിറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കോർ ലാംഗ്വേജ് സ്കിൽസായിട്ട് നമ്മൾ പറയുന്ന ഒരു 4 ഏരിയ ഉണ്ട്. അതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ LSRW എന്ന് പറയാം. LSRW, അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, LSRW. അപ്പോൾ ഈ 4 ഏരിയാസും വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിലോട്ട് വരുന്ന സമയത്ത്. കാരണം നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്താൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ഈ ഒരു ചെവിയിൽ കേട്ടിട്ട് ഈ ഒരു ചെവിയിൽ നിന്ന് വിടുന്ന പോലെയല്ല, നമ്മൾ വേണമെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചിരുന്നാൽ ലിസൺ ചെയ്താൽ മാത്രമേ നമുക്കൊരു ലാംഗ്വേജ് കിട്ടുള്ളൂ. മനസ്സ് നമ്മൾ ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സ്പീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആ ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ മാറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളത് റീഡ് ചെയ്യാൻ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അറബിയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന പ്രവാസികളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്കത് വായിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളത് റീഡ് ചെയ്യാനാണ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളത് അതിൻ്റെ റൈറ്റിങ്ങും കൂടി പഠിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോർ ലാംഗ്വേജ് സ്കിൽസ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമുക്ക് ആക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പരിപൂർണ രൂപത്തിലൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു 4 സ്കില്ല് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ആദ്യം വരുന്നതുമായിട്ടുള്ള ഒരു സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മളത് കേൾക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും, ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും, അതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1-ൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ലിസണിങ് സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. സ്റ്റെപ്സ് ഇൻ ദ ലിസണിങ് പ്രോസസ്സ്. ഈ ലിസണിങ് പ്രോസസ്സിന് നമുക്ക് ഒരു കാര്യം ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു 5 സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ ഒരു 5 സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം ലിസൺ ചെയ്തത്. എസ്പെഷ്യലി ഒരു ലാംഗ്വേജ് ആവട്ടെ, എന്തോ ആവട്ടെ, ഒരു പുതിയ കാര്യമാവട്ടെ, അത് നമ്മൾ ഈ ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിനൊരു 5 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹിയർ. അതായത് നമ്മൾ പേ അറ്റൻഷൻ ടു ദ സ്പീക്കേഴ്സ് വേർഡ്സ്. അതായത് നമ്മൾ ഒരു കാര്യം കേൾക്കുന്നു, എന്നിട്ട് അത് ഒരാൾ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കേൾക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ലിസണിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു സാധനം കേൾക്കുന്നതാണ്, ജസ്റ്റ് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്നതാണ്. രണ്ടാമത്തെ ഫിൽട്ടർ. ഫിൽട്ടർ എന്നല്ല, ഐഡൻറ്റിഫൈ റെലവൻറ്റ് ഇൻഫർമേഷൻ.
അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ഈ ഒരു ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതിൽ നമുക്ക് ഏതാണോ റെലവൻ്റ് ആയിട്ട് തോന്നുന്നത് അത് മാത്രമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ തലച്ചോറിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. കോംപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അസിമുലേറ്റ് ദ മെസ്സേജ്. അതായത് നമ്മൾ ഈ ഫിൽട്ടർ ചെയ്ത സാധനത്തിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോംപ്രഹെൻഡ് അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. റിമെമ്പർ, മൂന്നാമത്തെ എന്താ? റിമെമ്പർ, അത് ഓർത്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. അതായത് നമ്മളൊരു സാധനം പഠിച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നു. നിങ്ങൾക്കിപ്പോൾ അതിൽ കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്കത് റിമെമ്പർ ചെയ്യാൻ പറ്റണം. എന്നാലല്ലേ നിങ്ങൾക്കത് റിക്രിയേറ്റ് ചെയ്യാനും പിന്നീട് എക്സാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളതിനെ മാറ്റിയെടുക്കും. ഏറ്റവും ഫൈനലായിട്ടുള്ള അഞ്ചാമത്തെ പ്രോസസ്സാണ് റെസ്പോണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് റിമെമ്പർ ചെയ്ത് സാധനം വെച്ചിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ കേൾക്കണം, എന്നിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്യണം, എന്നിട്ട് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് നമ്മളത് ഓർത്തെടുക്കണം, എന്നിട്ട് നമ്മളതിന് റെസ്പോണ്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് എക്സാമിന് എഴുതാൻ പറ്റുന്നത്. റൈറ്റ്. അപ്പോൾ ഈ ലിസണിങ് സ്കില്ലിൽ ഈ ഒരു 5 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ലിസണിങ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിസണിങ് എന്ന് നോക്കാം. അതായത് കീ കാറ്റഗറീസ്, അതിൽ കുറച്ച് കീ ആയിട്ട് അതായത് പ്രധാനപ്പെട്ട കാറ്റഗറീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് അപ്രിഷിയേറ്റീവ് ലിസണിങ് ആണ്. അതായത് എൻജോയിങ് മ്യൂസിക്, പോയട്രി ഓർ പോഡ്കാസ്റ്റ്. നമ്മൾ ചില കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നതിനാണ് നമുക്കിവിടെ ഒരു മനസ്സിനൊരു ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ മ്യൂസിക് കേൾക്കുന്നത്, കവിതകൾ വായിക്കുന്നത്, പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ചില സിനിമയുടെ ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ റീൽസിൻ്റെ കാര്യം, കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനെയാണ് അപ്രിഷിയേറ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് കോംപ്രഹെൻസീവ് ലിസണിങ്. എന്താണ് കോംപ്രഹെൻസീവ് ലിസണിങ്? ലേണിംഗ് ആൻഡ് ടേക്കിംഗ് നോട്ട്സ്. അതായത് നമ്മളൊരു കണ്ടൻറ്റ് കേൾക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് ദ ക്ലാസ് ആൻഡ് യു ആർ ടേക്കിംഗ് ദ നോട്ട്സ് ബിക്കോസ് ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം കേൾക്കുന്നു, നമ്മൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് കേൾക്കുന്ന എന്തിനാണ്? നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മ്യൂസിക് കേട്ടിട്ട് മിക്കവാറും ആളുകൾ ജസ്റ്റ് കേൾക്കുന്നേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ കുത്തിയിരുന്ന് പഠിക്കും കേട്ടോ, പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് കേട്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോംപ്രഹെൻസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിസണിങ് എന്ന് പറഞ്ഞാൽ, നമ്മളത് നോട്ട്സൊക്കെ എഴുതിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് കോംപ്രഹെൻസീവ് ലിസണിങ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ലെക്ചേഴ്സൊക്കെ കേൾക്കുന്നതൊക്കെ ഇതിൽ പെടുന്നതാണ്. എംപത്തറ്റിക് ലിസണിങ്. എന്താണ് എംപത്തറ്റിക് ലിസണിങ്? അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ ഓഫ് എ ഫാമിലി, ഫ്രണ്ട്സ്. അതായത് ചില കാര്യങ്ങൾ ഇമോഷണലായിട്ട് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഫാമിലിയിലുള്ള പ്രോബ്ലം, ഇപ്പോൾ യൂത്തിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ബ്രേക്കപ്പ് സ്റ്റോറീസ്, അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഹസ്ബൻഡ് വൈഫായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ, ജോലി ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി നമ്മൾ കൺവേ ചെയ്യുമല്ലോ. ഒരാൾ പറയുമ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കുമല്ലോ, നമ്മളത് ലിസൺ ചെയ്യുമല്ലോ. ഇതിനെയാണ് എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ലിസണിങ് ഉണ്ട്. അനലൈസിങ് ആൻഡ് സ്ക്രൂട്ടിനൈസിങ് എ മെസ്സേജ്. അതായത് ക്രിട്ടിക്കൽ ലിസണിങ് എന്താണ്? നമ്മളൊരു പ്രശ്നം കേൾക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം നമ്മൾ കേൾക്കുകയാണ്, എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു ഒരു നിഗമനത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണം, അതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ഡ്രഗ്സിൻ്റെ കൂടുതൽ ആളുകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ജെൻസി ജനറേഷനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അത് കേട്ടിട്ട്, അത്തരം ന്യൂസുകൾ കേട്ടിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു
നിഗമനത്തിലേക്കൊക്കെ എത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലിസണിങ്ങിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത്. അനലൈസിങ് ആൻഡ് സ്ക്രൂട്ടനൈസിങ് എ മെസ്സേജ്, നമ്മളത് അനലൈസ് ചെയ്യും ആ ഒരു മെസ്സേജിനെ, അതിനെ വിശദമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് എൻഗേജിങ് ഇൻ എ വെർബൽ ആൻഡ് നോൺ വെർബൽ റെസ്പോൺസസ്. അതായത് നമ്മളൊരു കാര്യം കേൾക്കുന്നതിന് കൂടെ തന്നെ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യുന്നു. വെർബലായിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന നോൺ വെർബൽ അല്ലെങ്കിൽ ചില ജസ്റ്റേഴ്സ്, നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ജസ്റ്റർ. നമ്മുടെ ആംഗ്യ വിക്ഷേപങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടുന്നുണ്ടാവും, ചിലപ്പോൾ നോഡ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ആക്റ്റീവായിട്ട് ആ ഒരു ലിസണിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാറ്റഗറീസാണ് നമുക്ക് ലിസണിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആക്റ്റീവ് ലിസണിങ്. ഈ ആക്റ്റീവ് ലിസണിങ്ങിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസണിങ് ആണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി ഇൻവോൾവ്ഡ് ആണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാസീവ് വിസസ് ആക്റ്റീവ് ലിസണിങ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാസീവ് ലിസണിങ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഹെഡ്ഫോണും വെച്ചിട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇതിലൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, ഒന്നുമില്ല, നോട്ട് ചെയ്യുന്നില്ല, അതിൽ ആ പറയുന്ന കണ്ടൻറ്റിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല അല്ലെങ്കിൽ തൃപ്തിയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലൈവ് ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നു, മെസ്സേജസ് അയക്കുന്നു, തംസ് അയക്കുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ലിസണിങ് ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. പാസീവ് ലീഡ് ടു മിസ്കമ്മ്യൂണിക്കേഷൻ വൈൽ ആക്റ്റീവ് ബിൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് പാസീവ് ലിസണിങ്ങിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഒന്നും പറയുന്നില്ല, നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു പ്രതിമ പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതിൽ മിസ്കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവും. വൈൽ ആക്റ്റീവ് ബിൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ആക്റ്റീവ് ലിസണിങ് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇംപ്രൂവ്സ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ആളുകൾ തമ്മിലുള്ള കാര്യങ്ങളെയാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത്. ഞാനും വേറൊരാളും അല്ലെങ്കിൽ ഞാനും ഒരുപാട് ആളുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റർപേഴ്സണൽ എന്താ? ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് പഠിച്ച സമയത്ത് ദ സോളിലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ സോളിലോക്ക്? നമ്മളോട് തന്നെ പറയുന്ന ആത്മകഥത്തിനെയാണ് സോളിലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വരുന്നില്ലേ? ചില ഇതിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യം കൂടിയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻഹാൻസസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അതായത് ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു ലീഡർഷിപ്പിലോട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മുടെ ക്ലാസ്സുകളിലെ ലീഡർ ആവുന്നപ്പോഴും അവിടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരാളായിരിക്കും. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്നത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും. സിനിമയിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ വരുന്നവരൊക്കെ അവിടെ ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. സോ ആക്റ്റീവായിട്ട് നമ്മൾക്ക് ഏത് കാര്യവും കൃത്യമായിട്ട് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് ഉയർന്നു വരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഹെൽപ്സ് റിറ്റെയിൻ ആൻഡ് റീകോൾ ഇൻഫർമേഷൻ. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്പീക്കർ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് റിറ്റെയിൻ ആൻഡ് റീകോൾ ഇൻഫർമേഷൻ. റിറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിലനിർത്തുക നമ്മളെ തലയിൽ ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ. അതേപോലെ തന്നെ റീകോൾ എന്ന് പറഞ്ഞാൽ ഇസ് അനദർ വേർഡ് ഓഫ് റിമെമ്പർ. അതായത് റിമെമ്പറിൻ്റെ മറ്റൊരു വേർഡാണ് റീകോൾ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ റീകോൾ ചെയ്യാനും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ തലയിൽ നിലനിൽക്കാനും ഈ ഒരു ആക്റ്റീവ് ലിസണിങ് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ,
വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ആക്റ്റീവ് ലിസണിങ്. അതായത് ആക്റ്റീവ് ലിസണിങ്ങിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ടത്. അതായത് ഐ കോണ്ടാക്റ്റ് ഷോസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. അറിയില്ലേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നറിയാം? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സാധാ പോലെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ അട്ടം, തലയാട്ടുന്നത്, അതുപോലെ തന്നെ ചില ജസ്റ്ററുകൾ, ചില നോട്ടങ്ങൾ, ഇതൊക്കെ ജസ്റ്റേഴ്സ് അതല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഐ കോണ്ടാക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷോസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ട് അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അതിൽ എൻഗേജ്ഡ് ആണെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ നോക്കിയിട്ടാണ് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ആ ഒരു ക്ലാസ്സിൽ എൻഗേജ്ഡ് അല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ക്ലാസ് എടുക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെല്ലാവരും കൃത്യമായിട്ട് അദ്ദേഹത്തിനെ തന്നെ നോക്കിയിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എടുക്കുന്ന ആൾക്കും ബെറ്റർ ആയിരിക്കും, ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കും ബെറ്റർ ആയിരിക്കും. സോ ഷോസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. അതായത് നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിസണിങ്ങിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവും, അതായത് അതിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ ബിൽഡ്സ് ട്രസ്റ്റ്, അതായത് ഈ സ്പീക്കറും ലിസൺ ചെയ്യുന്ന ആളും തമ്മിലുള്ളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത്. ബോഡി പോസ്റ്റേഴ്സ് അതായത് നമ്മൾ നല്ല സ്റ്റേൺ ആയിട്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ഡൗൺ ചെയ്യാതെ നമ്മൾ നല്ല സ്റ്റേൺ ആയിട്ടും നമ്മുടെ ചിന്നെല്ലാം പൊക്കിയിട്ട് ഇരിക്കണം. അതിനാണ് നല്ല ബോഡി പോസ്റ്റർ ഉണ്ടാകുന്നത്. അത് ഓപ്പൺ ആൻഡ് അറ്റൻറ്റീവ്, അതൊക്കെ അറ്റൻഷൻ, നമ്മുടെ അറ്റൻഷനെയാണത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി, സ്മോൾ അട്ടറൻസസ്, ഐ ഹിയർ യു, ദാറ്റ് മേക്സ് സെൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് യെസ് അപ്പോൾ ഞാനൊരു ടോപ്പിക്ക് പറയുകയാണ്, ഇറ്റ് വാസ് എ തിയറി ആൻഡ് വിച്ച് യു ഡിഡിൻറ്റ് ഹിയർ ബിഫോർ. അപ്പോൾ ഞാൻ ആ തിയറി നിങ്ങളടുത്ത് പറഞ്ഞ സമയത്ത് അപ്പോൾ നിങ്ങൾ പറയുകയാണ് യെസ് നിങ്ങൾക്കത് മനസ്സിലായി, ഓക്കെ ജസ്റ്റ് ലൈക്ക് യെസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളൊരു സാധനം എനിക്കത് ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ലിസണിങ് ഒരു പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ലിസണിങ്ങിലുള്ള ഒരുപാട് ഉപയോഗങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അവോയ്ഡ് ഇൻറ്ററപ്ഷൻസ്, ഫോക്കസ് ഓൺ ദ സ്പീക്കേഴ്സ് മെസ്സേജ്. അതായത് ഈ ഒരു ആക്റ്റീവ് ലിസണിങ്ങിൽ എപ്പോഴും ആളുകൾ ഫുൾ ടൈം സ്പീക്കറുടെ അടുത്തായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇൻറ്ററപ്ഷൻസും കാര്യങ്ങളും ലൂസ് ടോക്ക് ഒന്നും ആ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ലിസണിങ്ങിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ലിസണിങ്ങിൽ ഇൻവോൾവ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ഇത്രയും കാര്യങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. വാട്ട് ഈസ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ദ സെൻഡർ ആൻഡ് റിസീവർ ടു ബി പ്രസൻറ്റ് ഇൻ ദ സെയിം ടൈം ആൻഡ് ഓർ സ്പേസ്. അതായത് റിയൽ ടൈമിൽ സംഭവിക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലൈവായിട്ട് ക്ലാസ് കേൾക്കുകയാണ്, നമ്മളൊരു ക്ലാസ് റൂമിൽ പോയിട്ട് ലൈവായിട്ട് ക്ലാസ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കേൾക്കുകയാണ്. അതിനെയൊക്കെ നമ്മൾ സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും സംസാരിക്കുന്നതിനൊക്കെ നമ്മൾ റിയൽ ടൈമാണ്, റിയൽ ടൈമും സ്പേസുമാണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് ആ ഒരു ടൈമിൽ, ആ ഒരു കറക്റ്റ് ഫ്ലോയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈവൻ കോൾ ചെയ്യുന്ന സമയത്ത് പോലും ആ റിയൽ ടൈമിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു റെക്കോർഡഡ് വീഡിയോ നിങ്ങൾ കേൾക്കണം, എസ്പെഷ്യലി ദിസ് വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് ഏതോ ഒരു ടൈമിൽ ഞാൻ ക്ലാസ് എടുത്തത് ഏതോ ഒരു സ്പേസിൽ ഇരുന്നിട്ട് നിങ്ങൾ കേൾക്കുന്നു. സോ ഇതാണ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈമിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്ക്രോണസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ടാസ്ക് ദാറ്റ് റിക്വയർ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് സച്ച് ആസ് വീഡിയോ മീറ്റിംഗ്സ്, ഫോൺ കോൾസ് ഓർ ഇൻ പേഴ്സണൽ ചാറ്റ്സ്. സോ ഇതൊക്കെ ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. വീഡിയോ മീറ്റിംഗ്സ്, ലൈവ് മീറ്റിംഗ്സ് ഉണ്ടാവും, സൂമിലും ഗൂഗിൾ മീറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ലൈവ് മീറ്റിംഗ്സ്. ഫോൺ കോൾസ് ലൈവാണ്. ഇൻ പേഴ്സൺ ചാറ്റ്, ഞാനും ഒരാളും സംസാരിക്കുന്നത്, അതിനെയാണ് ഇൻ പേഴ്സൺ ചാറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ സിങ്ക്രോണസിൽ വരുന്നതാണ്. സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ക്വയറ്റ് ഓപ്പോസിറ്റ് ഓഫ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിങ്ക്രോണസ്, അതായത് റിയൽ ടൈമിലാവില്ല. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് I am taking a recorded class for you
ഇൻ അനദർ ടൈം ഇൻ അനദർ സ്പേസ്. സോ ഇതിനെയാണ് നമ്മൾ അസിൻക്രോണസ് എന്ന് പറയുന്നത്. നമ്മൾ റെക്കോർഡ് വീഡിയോ എന്തോ കാലത്തുള്ള അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ എന്നോ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇന്ന് കാണുന്നു, അല്ലെ? അതിനൊക്കെയാണ് നമ്മൾ അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡസൻ റിക്വയർ ദ റെസിപ്റ്റൻസ് immediate attention, allowing them to respond at their convenience. It is typically used for correspondence between teams in different time zones, such as emails, online forums, collaborative documents, വഗേര വഗേര. ലൈക്ക് അതായത് നമ്മളൊരു ടൈമിൽ ഇത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കും. നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ റിയൽ ടൈമിലല്ല. അതിനാണ് നമ്മൾ അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടിപ്സ് ഫോർ ആക്റ്റീവ് ലിസണിങ്. എന്താണ് ആക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഷോസ് ഇൻട്രസ്റ്റ് ആൻഡ് ലെറ്റ് ദ സ്പീക്കർ ഫിനിഷ്. അതായത് നമ്മളൊരു ആക്റ്റീവ് ലിസണർ ആവണമെന്നുണ്ടെങ്കിൽ, അതാണ് ആക്റ്റീവ് ലിസണിങ് ആണ് ഏറ്റവും ബെറ്റർ. ആക്റ്റീവ് ലിസണർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ടോപ്പിക്കിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആ എന്ത് ടോപ്പിക്കാണോ ആ ഒരു ടീച്ചർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് അതിൽ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഷേക്സ്പിയറിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്, ബെൻ ജോൺസനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. ഈവൻ എലിസബത്തൻ ഡ്രാമ, അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. എന്താണ് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരിക്കും, അന്നത്തെ ആക്ടേഴ്സ് എങ്ങനെയായിരിക്കും, അന്ന് വിമൺ ആക്ടേഴ്സ് ഇല്ലായിരുന്നു. സോ വിമൻ്റെ റോള് ആണുങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവരത് അവതരിപ്പിച്ചിട്ടുണ്ടാവുക, അന്നത്തെ തിയേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ എന്തായിരിക്കും, ബാൽക്കണി ഉണ്ടാവുമോ, ഉണ്ടാവില്ലേ? സോ ഈ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. ആൻഡ് ലെറ്റ് ദ സ്പീക്കർ ഫിനിഷ്. അതുപോലെ തന്നെ സ്പീക്കർ ഒരു കണ്ടൻറ്റ്, ഒരു പോയിന്റ് പറയുന്ന സമയത്ത് ആ പോയിന്റ് കണ്ടിന്യൂ ആ പോയിന്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും സ്പീക്കർ ആലോചിക്കരുത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഇൻറ്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇൻറ്ററപ്ഷൻസ് ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. യൂസ് പൊളൈറ്റ് വേർഡ്സ് ആൻഡ് നോൺ വെർബൽ ക്യൂസ്. പൊളൈറ്റായിട്ട് നമ്മൾ സംസാരിക്കുക. നോൺ വെർബൽ ആയിട്ടുള്ള ക്യൂസ്, ഐ കോണ്ടാക്റ്റ്, പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. നമ്മൾ വെറുതെ അലമുറ ഇട്ടിട്ട് നമ്മൾ സ്പീക്കറിനെ ഡിസ്ട്രാക്ട് ചെയ്യാതെ പൊളൈറ്റായിട്ട് സംസാരിക്കുക. പിന്നെ ഐ കോണ്ടാക്റ്റും നല്ല ബോഡി പോസ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് ലിസണിങ് ഒന്നും കൂടി ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. ടേക്ക് നോട്ട്സ് ആൻഡ് ഫോക്കസ് ഓൺ ദ ടോപ്പിക്. നമ്മൾ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് ടോപ്പിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ആക്റ്റീവ് ലിസണിങ്ങിൽ. ഡോൺസ്, അതായത് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ. ഇൻറ്ററപ്റ്റ്, ജഡ്ജ് ഓർ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതായത് ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. നമ്മളിങ്ങനെ ഒരു കാര്യം ടോപ്പിക്ക് സംസാരിക്കുന്നതിനിടയിൽ അതെന്താ സാറേ, അതെന്താ സാറേ, ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ആ ഒരു പോയിന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മിക്കവാറും സ്പീക്കേഴ്സ് ചോദിക്കും അണ്ടർസ്റ്റാൻഡ് ആയോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കുക. ജഡ്ജ് ചെയ്യരുത്. അതായത് അയാൾ ആ ടോപ്പിക്ക് എടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ കേൾക്കുന്നത് അയാൾ ആ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ പറഞ്ഞു തീരുന്നതിന് മുന്നേ നമ്മൾ ജഡ്ജ് ചെയ്യണം. ഇതിലൊരു കാര്യമില്ല, ഇയാളിത് പഠിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനൊന്നുമില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതുണ്ടാവരുത്. ജഡ്ജ് ചെയ്യരുത്. ഓർ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യരുത്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ തോണ്ടാൻ നിൽക്കരുത്, സ്ക്രോൾ ചെയ്യാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അടുത്തുള്ള ആളടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. ഗിവ് ദം ഫുൾ അറ്റൻഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ആക്റ്റീവ് ലിസണറായിട്ട് മാറുള്ളൂ. യൂസ് മൊബൈൽ ഫോൺസ് ഓർ ഈറ്റ് ഡ്യൂറിങ് ദ സെഷൻ. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. സോ അടുത്തൊരു ടോപ്പിക്ക് ഇതിൽ വരുന്നത് ടിപ്സ് ആൻഡ് എറ്റിക്വറ്റ് ടു ഇംപ്രൂവ് ലിസണിങ്. എന്താണ് എറ്റിക്വറ്റ്? നിങ്ങൾ പഠിച്ചിട്ടില്ല? എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പൊളൈറ്റ് ബിഹേവിയറിനാണ് നമ്മൾ എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. എറ്റിക്വറ്റ് അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊളൈറ്റ് ആയിരിക്കും. ആ ഒരു പൊളൈറ്റ്നെസ്സിനെയാണ് നമ്മൾ ഇൻ ഷോർട്ട് എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എറ്റിക്വറ്റ് ഇംപ്രൂവ് ലിസണിങ്. ഈ ഒരു പൊളൈറ്റ്നെസ് നമ്മുടെ ലിസണിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദ സ്പീക്കർ ആൻഡ് ടോപ്പിക്. നമ്മൾ ടോപ്പിക്കിലും സ്പീക്കറിലും ഫോക്കസ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ഇമോഷൻ ഓഫ് ദ സ്പീക്കർ. അതായത് സ്പീക്കർ ഒരു കാര്യം ഇമോഷണലായിട്ട് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ നാടകമാണ് എടുക്കുന്നത്. അപ്പോൾ അവസാനത്തിൽ ഹാംലെറ്റ് എല്ലാവരും മടിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് ടീച്ചർ സംസാരിക്കുന്ന സമയത്ത് നമുക്കും ആ സെയിം ഇമോഷൻ കൊടുക്കാൻ പറ്റണം തിരിച്ച്. അതൊക്കെ ഒരു പൊളൈറ്റ്നെസ്സിൻ്റെ ഭാഗമാണ്, എറ്റിക്വറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സെയിം ഇമോഷൻ നമ്മൾ തിരിച്ച് കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് സ്പീക്കർ വിൽ ബി മോട്ടിവേറ്റഡ്.
അല്ലെങ്കിൽ ആ ടീച്ചർ വിൽ ബി മോട്ടിവേറ്റഡ്. സോ ആ ഒരു ക്ലാസ് അത്രയും ഭംഗിയാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആസ്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതും ആ ഒരു ലിസണിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതൊക്കെ ഒരു എറ്റിക്യൂറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഈസ് നെസസറി. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കും. സ്കോളേഴ്സ് ഹബ്ബിൽ എപ്പോഴും അതിൻ്റെ പ്രൊമോട്ടേഴ്സ് നിങ്ങളടുത്ത് after each and every class they ask you to give them feedback about the class. സോ അങ്ങനെ ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കണം. സോ എല്ലാ ലിസണിങ്ങിലും ആ ഒരു പൊളൈറ്റ്നെസ് നിങ്ങൾ എടുക്കണം. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്കോളേഴ്സ് ഹബ്ബിന് ഫീഡ്ബാക്ക് കൊടുക്കണം, ക്ലാസ് ബെറ്റർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. സോ ഫീഡ്ബാക്ക് ഈസ് നെസസറി. യൂസ് പൊളൈറ്റ് വേർഡ്സ്. പൊളൈറ്റായിട്ട് സംസാരിക്കാം. സർ, ഹാവ് എ ക്വസ്റ്റ്യൻ. സർ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് ടോപ്പിക് വൺസ് അഗെയിൻ? സോ ക്യാൻ യു, വിൽ യു, പ്ലീസ്. അങ്ങനത്തെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾ ചോദിക്കുക. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് കൊടുക്കുക. ഇതൊക്കെയാണ് എറ്റിക്വറ്റിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവ് ലിസണിങ് അല്ലെങ്കിൽ ലിസണിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലെക്ചർ എറ്റിക്വറ്റ്, തിങ്സ് നോട്ട് ടു ഡു. അതായത് ഈ ഒരു ലെക്ചറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡു നോട്ട് ഇൻറ്ററപ്റ്റ് ദ സ്പീക്കർ. വെറുതെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. ലൂസ് ടോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. സോ ആ ടോപ്പിക്കിൻ്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. കാരണം പുള്ളി ഒരു ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് മൈൻഡിൽ ഒരുപാട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ട് ദ ഫ്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരുപാട് കണ്ടൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വെറുതെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഡൗട്ട്സൊക്കെ ചോദിക്കുക. ദാറ്റ്സ് ദ ബെറ്റർ വേ, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് കം ടു ലെക്ചറിങ് എ ടോപ്പിക്. ഡു നോട്ട് ബി ജഡ്ജ്മെൻ്റൽ. നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക. നമ്മളൊരു സാധനം തുടങ്ങുന്നതിന് മുന്നേ അങ്ങ് തീരുമാനിക്കാതിരിക്കുക ഇത് നന്നാവുമോ മോശമാവുമോ എന്നുള്ളത്. ഡു നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ ഒന്ന് യൂസ് ചെയ്ത് വെറുതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലിസണിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് വൃത്തികേടാക്കാതിരിക്കുക. അതായത് നമ്മൾ മാക്സിമം ലിസൺ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് ലിസൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കിട്ടില്ല മക്കളെ. അതുകൊണ്ട് ലിസണിങ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു വാണ്ട് ടു ബി സംതിങ് ഇൻ യുവർ ലൈഫ്, ഫസ്റ്റ് ലിസൺ പ്രോപ്പർലി, ലിസൺ ആക്റ്റീവ്ലി, you can be something in your life. So listening is important. Give them full attention. Do not speak to others while someone is talking to you. അതായത് do not speak to others. അതായത് ഒരാൾ നമ്മളടുത്ത് സംസാരിക്കുന്ന സമയത്ത്, അതിപ്പോൾ ഏതോ ആയിക്കോട്ടെ, ഇപ്പോൾ ടീച്ചിങ് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളടുത്ത് സംസാരിക്കാതിരിക്കുക. അപ്പോൾ നമ്മളടുത്ത് ഒരാൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തൊട്ടടുത്തൊരാൾ വന്നപ്പോൾ അയാളടുത്ത് സംസാരിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്റെസ്പെക്റ്റ് ടുവാർഡ്സ് ദ സ്പീക്കർ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊക്കെ എറ്റിക്വറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളാണ്. ഡു നോട്ട് ബാജ് ഇൻ ടു കോൺവെർസേഷൻ. അതായത് നമ്മൾ അടിച്ച് കയറിയിട്ട് കോൺവെർസേഷൻ നടത്താതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലേണിംഗ് ഡിസബിലിറ്റീസ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പഠിക്കാനുള്ള കുറച്ച് ഡിസബിലിറ്റീസ്, ചില ആളുകൾക്ക് ഡിസബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്, ചില മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സിലൊക്കെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് പഠിക്കണം എന്നുണ്ടാവും, പക്ഷേ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഡിസ്കാൽക്കുലേരിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് ഓർത്ത് വെക്കാൻ പറ്റാത്ത ഒരു തരം പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ, ഹാൻഡ് റൈറ്റിങ് മോശമാകുന്നതിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. നോൺ വെർബൽ LD, ട്രബിൾ വിത്ത് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. അതായത് ചില ആളുകളുടെ മുഖത്ത് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, അവർക്കൊരു നിർവികാരമായിട്ടുള്ള ഫേസ് ആയിരിക്കും. അതാണ് ഈ നോൺ വെർബൽ LD എന്ന് പറയുന്നത്. ഓറൽ ആൻഡ് റിട്ടൺ LD എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡിഫിക്കൽറ്റിയാണ്. ഡിഫിക്കൽറ്റി അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ്. അതായത് റിട്ടണും അതുപോലെ തന്നെ വായിക്കാനും പറ്റുന്ന ആ ഒരു ലാംഗ്വേജിൽ അത് എഴുതാനും വായിക്കാനും പറ്റുന്ന ആ ഒരു പ്രോസസ്സിലുള്ള ഡിഫിക്കൽറ്റിയാണ് ഓറൽ റിട്ടൺ ലാംഗ്വേജ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്. എന്താണ് ഫസ്റ്റ് ജനറേഷൻ ലേണർ എന്ന് പറഞ്ഞാൽ? ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ പൂർവികന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, എഡ്യൂക്കേഷനില്ല, അങ്ങനത്തെ സ്കൂളിംഗ് സൗകര്യങ്ങളില്ല, വീട്ടിൽ പട്ടിണിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാനും നോളജ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു ആളുകളെയാണ് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിലുള്ളൊരു ചെറിയ കണ്ടൻ്റാണ് നിങ്ങളുടെ ആ ഒരു മെറ്റീരിയലിലുള്ള. ബാരിയേഴ്സ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്? ലേണിംഗ്, അതായത് ലേണിങ്ങിലുള്ള ബാരിയേഴ്സ്, നമ്മളൊരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ബാരിയേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ട്. അതായത് സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പിയർ പ്രഷർ, ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്. മനസ്സിലായില്ല, നമ്മൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാകുന്ന ലൈഫിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനൊക്കെയാണ് സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ കോൺഫിഡൻസ്, നെഗറ്റീവ് എക്സ്പീരിയൻസസ്, നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് പ്രോബ്ലംസും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മയും, ഇതൊക്കെ നമ്മുടെ ഇമോഷണൽ ബാരിയേഴ്സാണ്. ഒരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടി ചില ആളുകൾക്ക് പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളത് എന്താ? ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, എനിക്കിത് പഠിച്ച് പാസ്സാകാൻ പറ്റും എന്നുള്ളത്. രണ്ടാമത്തെ അവർക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടാവും. മുന്നേ അവർ പഠിക്കാൻ പോയ സമയത്തോ തോൽവികളോ അല്ലെങ്കിൽ പഠിക്കാൻ പോയ സമയത്ത് ഫാമിലിയിൽ നിന്നുണ്ടായ പ്രഷറോ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അവർക്ക് പിന്നെ പഠിക്കാൻ തോന്നില്ല. അതിനെയാണ് ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, ഡിഫിക്കൽട്ട് വിത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, സ്പെഷ്യലി വെൻ ഇറ്റ്സ് കം ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ഡിഗ്രീസ്. നിങ്ങൾക്കത് പഠിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ ഐ ആം ടേക്കിംഗ് ദ ക്ലാസ് ഫുള്ളി ഇൻ ഇംഗ്ലീഷ്. പ്രോബബ്ലി യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ടോക്കിംഗ്, ബിക്കോസ് ഞാനത് ഫുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ബാരിയർ ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഒരു ഭാഷ അറിയില്ല, പക്ഷേ ഒരു കാര്യം പഠിക്കണം, പക്ഷേ ആ ഭാഷയിൽ കംപ്ലീറ്റ് ആണ് അതിൻ്റെ ലെക്ചർ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫിസിക്കൽ ബാരിയേഴ്സ്, ഡിസ്റ്റൻസ്, ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്. നമ്മൾ ഒരുപാട് ദൂരെയാണ് സ്കൂൾസ്, ഒരുപാട് ദൂരേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ പഠനം ബുദ്ധിമുട്ടാവും. അതിനെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ബാരിയർ, ലാക്ക് ഓഫ് ആക്സസ് ടു ടെക് ആൻഡ് ദ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റും ടെക്നോളജിയും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങളൊക്കെ ഈ ഒരു ക്ലാസ് കേൾക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ യു ഹാവ് ദ ഇൻ്റർനെറ്റ് ആക്സസ്, you have Jio or Airtel, whatever it is, you have data charged in your mobile. അതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. ഫോണില്ലാത്ത ഒരാൾക്ക് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട് ടു ലേൺ സംതിങ് ഇൻ ടുഡേയ്സ് വേൾഡ്. അപ്പോൾ അതാണ് ടെക്നോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് ലേണിംഗ് സ്കിൽസ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലേണിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ. അതൊക്കെയാണ് അതിൻ്റെ കീ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലേണിംഗ് ബെറ്റർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ റിസേർച്ച് ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ റിസേർച്ച് ചെയ്യാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, എസ്പെഷ്യലി ഫോർ എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്സ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിസേർച്ച് മെൻറ്റാലിറ്റി വേണം. കാരണം ഒരു ടീച്ചർക്കും നിങ്ങൾക്ക് എൻറ്റയർലി ഒരു ലിറ്റററി ടെക്സ്റ്റ് നിങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരാൻ പറ്റില്ല. ബിക്കോസ് അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. വലിയ ടെക്സ്റ്റുകളായിരിക്കും, അതിനൊരുപാട് ക്രിട്ടിക്കൽ റീഡിങ്സ് ഉണ്ടാവും, അതിനൊരുപാട് ടെക്നിക്സ് ഉണ്ടാവും, അതിനൊരുപാട് കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയാസ് നിങ്ങൾ റിസേർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെക്കുറിച്ചാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ റിസേർച്ച് ചെയ്യുക. ഹാംലെറ്റ് മാത്രമല്ല, നിങ്ങൾ ഒതല്ലോ പഠിക്കണം, അതുപോലെ കിങ് ലിയർ പഠിക്കണം, നിങ്ങൾ മാക്ബത്ത് പഠിക്കണം. അങ്ങനെ മാക്സിമം ക്ലാസിക്കൽ ഓഫ് ഷേക്സ്പിയർ നാടകങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനെയാണ് റിസേർച്ച് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ W.B. Yeatsൻ്റെ ബാക്കിയുള്ള പോയിംസും കൂടി നിങ്ങൾ നോക്കണം. മാത്യു അർണോട്ടിൻ്റെ ബാക്കിയുള്ള പോയിംസ് നിങ്ങൾ നോക്കണം. എൻ്റയർ യൂറോപ്യൻ പോയട്രിനെ കുറിച്ച് നിങ്ങൾ നോക്കണം. ഡ്രാമയുടെ ഒരു കൾച്ചർ നിങ്ങൾ നോക്കണം. അതിനെയാണ് നമ്മൾ റിസേർച്ച് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് അടിപൊളിയാവും എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എൻഗേജ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഫോറം. നമ്മളെപ്പോഴും സോഷ്യൽ ഇൻട്രാക്ഷൻ നമുക്ക് വേണം. ബാക്കിയുള്ള സൊസൈറ്റിയായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ലേണിങ്സ് വർദ്ധിക്കുന്നതാണ്. നല്ല സോഷ്യലി നല്ല സ്കോളേഴ്സായിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുക, അല്ലാതെ ചുമ്മാ ലൂസ് സ്റ്റോക്കിന് പോയിട്ട് നമുക്ക് ലേണിംഗ് സ്കില്ലൊന്നും കൂടില്ല. മറിച്ച് നമുക്ക് ഓഫ്കോഴ്സ് നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ. സോ നല്ല ഇൻട്രാക്ഷനിൽ ഏർപ്പെടുക എന്നുള്ളത് നമ്മുടെ ലേണിംഗ് സ്കില്ല് കൂട്ടുന്നതാണ് പറയുന്നത്. പ്രാക്ടീസ് സെൽഫ് മാനേജ്മെൻറ്റ് ആൻഡ് റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. അതായത്
സെൽഫ് മാനേജ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് പഠിക്കുന്ന ആളുകളാണ് ഇത്ര സമയം ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ ലേൺ ചെയ്യും എന്നുള്ളൊരു സ്ട്രാറ്റജിയും സെൽഫ് മാനേജ്മെൻറ്റും വേണം. അതുപോലെ തന്നെ റിമൂവ് ഡിസ്ട്രാക്ഷൻ. ഫോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ, റീൽസ് കണ്ടോളൂ, യൂട്യൂബ് കണ്ടോളൂ, ഇൻസ്റ്റഗ്രാം കണ്ടോളൂ, ഫേസ്ബുക്ക്, whatever, just use it, but you should have a limitation. You should control the use of mobile phone in your life, because അത് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളതിന് സ്ലേവറി, ഒരു അടിമത്തത്തിലോട്ട് പോകരുത്. നമ്മളൊരു അടിമത്തം 1947 അവസാനിപ്പിച്ചാണ്, ഇനി പുതിയൊരു അടിമത്തത്തിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. സോ ആ ഒരു സാധനം കൺട്രോളിൽ നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇതാണ് സെൽഫ് മാനേജ്മെൻറ്റും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് സ്കില്ല് ബെറ്റർ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രിപ്പയർ ബിഫോർ ക്ലാസ്സസ് ആൻഡ് ക്ലാരിഫൈ ഡൗട്ട്സ്. അതായത് നമ്മളൊരു ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആവുക. അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുന്നേ ഒന്ന് വായിച്ചിട്ട് ആ ഒരു സിലബസിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈവൻ മോർ ബെറ്റർ. സോ അങ്ങനെ നമ്മളൊരു പ്രിപ്പയർ ആയിട്ട് നമ്മൾ ക്ലാസ്സസോ അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ കേൾക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുന്ന എപ്പോഴും ബെറ്ററാണ്. അത് നിങ്ങളെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടും ലേണിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിലോട്ടും വഴി വെക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ക്ലാരിഫൈ ഡൗട്ട്സ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഏത് വലിയ ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നമുക്ക് ഡൗട്ട് വന്നാൽ നമ്മൾ ചോദിച്ചിരിക്കണം. അത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് to clear our doubts, so it will definitely improve our learning skills. Okay, identify and sharpen your personal learning style. നിങ്ങളേതായിട്ടുള്ളൊരു ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കുക. അത് രാവിലെ പഠിക്കുന്നവരായിരിക്കാം, അത് നോട്ട്സ് എഴുതി പഠിക്കുന്നവരായിരിക്കും, ഉച്ചക്ക് പഠിക്കുന്നവരായിരിക്കും, വീഡിയോസ് കണ്ട് പഠിക്കുന്നവരായിരിക്കും, എനിത്തിങ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് പഠിക്കാം. ബട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം. അതെങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റണം, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം, റിമെമ്പർ ചെയ്യാൻ പറ്റണം, റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. സോ the style doesn't matter. You can choose your own style, it doesn't matter, but you have to listen, hear, filter, comprehend, the process, the 5 steps. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിച്ചു. സോ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ളൊരു സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് സ്കില്ല് ബെറ്റർ ആക്കാൻ പറ്റും എന്ന് കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാരിയേഴ്സ് ടു ലേണിംഗ്, ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിസ്കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എറ്റിക്വറ്റ് എന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് സിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരാം. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സിങ്ക്രോണസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 2 എന്താ വരുന്നത് നോക്കാം. ബ്ലോക്ക് 4 യൂണിറ്റ് 2 നമുക്ക് ലിസണിങ് സ്കിൽസ് ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് മീഡിയ എങ്ങനെയാണ് നമ്മുടെ ലിസണിങ് സ്കില്ലിനെ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലും കൂടി വെച്ചിട്ടൊന്ന് വായിക്കാം കേട്ടോ. ഈ നോട്ട് കുറച്ചും കൂടി ഷോർട്ടായിരിക്കും. മെറ്റീരിയലിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മുഴുവൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വൊക്കാബുലറീസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ റിമെമ്പർ ചെയ്യാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണ്. നിങ്ങൾക്കത് ബെറ്ററായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മെറ്റീരിയൽസ് വൈസ് വലിയ ചാപ്റ്ററുകൾ വായിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് സ്കിൽസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. അതായത് ലാംഗ്വേജ് ലേണിങ്ങിൽ ലിസണിങ് സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതിൽ വരുന്നത്. ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലിസണിങ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇനാബിളിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്. അതായത് ലിസണിങ് കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ്മെൻറ്റ്
നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ മീഡിയാസൊക്കെ വെച്ച് നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് നമ്മളിത് റീപ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പ്രൊനൗൺസിയേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലും തെറ്റിക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് കേൾക്കാം. ബട്ട് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. പ്രൊനൗൺസിയേഷൻ എന്നാണ്. പക്ഷെ നമ്മളത് വെർബിലോട്ട് വരുന്ന സമയത്ത് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഐ പ്രൊനൗൺസ് എ വേർഡ് ഇൻ എ ഗുഡ് പ്രൊനൗൺസിയേഷൻ. മനസ്സിലായില്ലേ? അതിൻ്റെ നൗൺ ഫോം പ്രൊനൗൺസിയേഷനാണ്, പ്രൊനൗൺസിയേഷൻ അല്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് നമുക്ക് നല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ടാവുന്നത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എക്സ്പോസ് ടു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ത്രൂ അറ്റൻറ്റീവ് ലിസണിങ് എയ്ഡ്സ് ആൻഡ് ആക്യുറേറ്റ് സ്പീച്ച് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് നല്ല പ്രൊനൗൺസിയേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്സെൻറ്റ് ഫെമിലറൈസേഷൻ, നമ്മൾ നല്ല ആക്സെൻറ്റിൽ സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആളുകളുടെ ഭാഷ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ദിയർ ആക്സെൻറ്റ്. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഇംഗ്ലീഷ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് തോന്നും. ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് കേൾക്കുന്നത് ഭയങ്കര രസമായിട്ട് തോന്നും. ചില ഇംഗ്ലീഷ് നമ്മൾ ഈ സായിപ്പന്മാരുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഭയങ്കര, അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ആക്സെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആക്സെൻറ്റ് എപ്പോഴും പിടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു നാട്ടിൻപുറത്തെ ഐ ആം വെരി ഗുഡ്, ഐ ആം വെരി ഹാപ്പി എന്നുള്ള ആ ഒരു സാധനം വിട്ടിട്ടും ഐ വെരി ഗുഡ്, ഐ വെരി ഹാപ്പി ഈ ഒരു സാധനത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് അവർ ആക്സെൻറ്റ്. നമ്മുടെ ആക്സെൻ്റാണ് അത് കാണിക്കുന്നത്. സോ ആ ഒരു ആക്സെൻറ്റിലോട്ട് നമ്മൾ നല്ലൊരു ആക്സെൻറ്റും കൂടി കിട്ടുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വൊക്കാബുലറി എക്സ്പാൻഷൻ, നമ്മുടെ വൊക്കാബുലറി കൂട്ടണം. ഒരുപാട് വേർഡ്സ്, പുതിയ വേർഡ്സ്. ഇപ്പോൾ നമ്മൾ റിമെമ്പറിങ്ങും റീകാളും കഴിഞ്ഞ ഒരു യൂണിറ്റിൽ സംസാരിച്ചത്, റിമെമ്പറിങ്ങിനും റീകാളിനും ഒരേ അർത്ഥമാണ്, ഓർത്ത് വെക്കുക എന്നാണ്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് വൊക്കാബുലറീസ് ആണ്. അപ്പോൾ കൂടുതൽ വൊക്കാബുലറീസ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചറും ഒരേ വേർഡ് മീനിങ് ആണ് വരുന്നത്. രണ്ടും ഫീച്ചർ എന്ന് പറഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് നമ്മൾ പഠിച്ചു വെക്കുന്നതും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിലും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയാസ്, അതായത് ടെലിവിഷൻ, അതുപോലെ തന്നെ റേഡിയോ, ടെലിഫോൺ, ടെലഗ്രാഫ്, പിന്നെ ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയാസ്, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലിസണിങ് സ്കില്ലിനെ, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിനെയും അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിലൊരു 5 സ്റ്റെപ്പിനെ കുറിച്ച് വീണ്ടും ഇതിലൊന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിയറിങ്, ഫിൽറ്ററിങ്, കോംപ്രഹെൻഡിങ്, റിമെമ്പറിങ് ആൻഡ് റെസ്പോണ്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിങ്ക്രോണസും അസിങ്ക്രോണസും എന്താണെന്ന് വീണ്ടും ഈ ഒരു ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഡയഗ്രാമൊക്കെ വരച്ചതിന് ശേഷം. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും അതൊന്ന് ഒരു റിവിഷൻ പോലെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ റോൾ ഓഫ് ട്രഡീഷണൽ മീഡിയ ഇൻ ഡെവലപ്പിംഗ് ലിസണിങ് സ്കിൽസ്. നമുക്ക് എന്തെല്ലാം ടൈപ്പ് ഓഫ് മീഡിയാസാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ലിസണിങ് സ്കിൽസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. ആദ്യത്തെ ആളുകൾ ഓഫ്കോഴ്സ് ഈ കത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയ എന്നുള്ള രീതിയിൽ ഡെവലപ്പായിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു റേഡിയോ. റേഡിയോയുടെ കണ്ടുപിടുത്തം നമ്മുടെ ലിസണിങ് സ്കിൽസിലും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലും കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റേഡിയോ പ്രൊവൈഡ് എക്സ്പോഷർ ടു സ്പോക്കൺ ലാംഗ്വേജ് ത്രൂ ന്യൂസ്, മ്യൂസിക് ആൻഡ് ടോക്ക് ഷോസ്. അതായത് ഈ റേഡിയോ വന്നതിന് ശേഷം ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്? നമ്മൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങി, മ്യൂസിക് കേൾക്കാൻ തുടങ്ങി, ടോക്ക് ഷോസ് കേൾക്കാൻ തുടങ്ങി, റേഡിയോ നാടകങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പുതിയ ലാംഗ്വേജ് സ്കില്ലിനെയും നല്ല പ്രൊനൗൺസിയേഷനെയും, ഇപ്പോൾ നാട്ടിലെ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു ആക്സെൻ്റ് ആവില്ല യഥാർത്ഥത്തിൽ ഒരു നല്ല ആക്സെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നല്ല ആക്സെൻറ്റിലും നല്ല പ്രൊനൗൺസിയേഷനിലും ഒക്കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുകയും നമ്മളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഈ ഒരു റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടു കൂടി നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യൂസ്ഫുൾ ഫോർ ബ്ലൈൻഡ് പീപ്പിൾ. ഈ ബ്ലൈൻഡ് പീപ്പിളിനൊക്കെ എസ്പെഷ്യലി ഭയങ്കര യൂസ്ഫുൾ ആണ്. കണ്ണ് കാണാത്ത ആളുകൾക്കൊക്കെ റേഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം
അവർക്ക് ഈ സാധനം കേൾക്കാൻ പറ്റും. അവർക്ക് കാണാനല്ലേ പറ്റാത്തുള്ളൂ, പക്ഷേ അവർക്ക് കേൾക്കാൻ പറ്റുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് വർദ്ധിപ്പിക്കാനും നോളജ് കൂട്ടാനൊക്കെ റേഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻഹാൻസസ് ലിസണിങ് സ്കിൽസ് ബൈ പ്രസൻറ്റിംഗ് വേരിയസ് സ്പീക്കിംഗ് സ്റ്റൈൽസ് ആൻഡ് ടോപ്പിക്സ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചും അതുപോലെ തന്നെ സ്കില്ലിനെ കുറിച്ചൊക്കെ ഇതിൽ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലും ലിസണിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ടെലിവിഷൻ എന്ന് പറയുന്നത്. അതൊരു മീഡിയമായിരുന്നു. ടെലിവിഷൻ കമ്പൈൻസ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലീസ്. അതായത് വിഷ്വലും കാണാനും പറ്റും കേൾക്കാനും പറ്റും. ആഡിങ് കോംപ്രിഹെൻഷൻ, അത് നമ്മുടെ കോംപ്രിഹെൻഷന് വല്ലാതെ കൂട്ടി. കാരണം നമ്മളൊരു സാധനം കണ്ടുപഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരു സാധനത്തിൻ്റെ പിക്ചർ കണ്ടിട്ട് ഇതാണ് മരം എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ പിക്ചർ നമുക്ക് കാണിച്ചു തന്നാൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലാതെ ഞാനൊരു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു സാധനമാണ് മരം എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും അതിൻ്റെ പിക്ചർ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു 10-20 വർഷത്തിന് മുന്നേ അമേരിക്ക, അല്ലെങ്കിൽ ഒരു 25 വർഷത്തിന് മുന്നേ അമേരിക്കയിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയില്ല എന്താണ് അമേരിക്ക. ഇന്ന് നമുക്ക് അമേരിക്കയുടെ മുക്കും മൂലയും പൊട്ടും പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടി കൂടി. അപ്പോൾ ഈ ടെലിവിഷൻ്റെ വരവോടുകൂടിയാണ് വിഷ്വലും ആ ഒരു ഓഡിയോയും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ബെറ്റർ കോംപ്രഹെൻഷനിലോട്ട് അല്ലെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോയത് എന്നാണ് പറയുന്നത്. ഓഫേഴ്സ് ഡൈവേഴ്സ് കണ്ടന്റ് ഫ്രം ന്യൂസ് ടു എൻ്റർടൈൻമെൻറ്റ് എൻറിച്ചിങ് ലിസണിങ് എക്സ്പീരിയൻസസ്. മനസ്സിലായല്ലോ? അതായത് ന്യൂസും ഒരുപാട് കാര്യങ്ങൾ വന്നതിന് ശേഷം വിഷ്വലും വന്നതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസസ് കൂടി. അതുപോലെ തന്നെ നമ്മുടെ പ്രൊനൗൺസിയേഷനും നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി, അതായത് നമ്മൾ റേഡിയോനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് ലിസൺ ചെയ്യാൻ തുടങ്ങി ടി വിനെ. കാരണം ആ വിഷ്വലും കൂടി വരുന്ന സമയത്ത് നമ്മുടെ ലിസണിങ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പി എന്നൊക്കെ പറയുന്ന പോലെ കമ്പി അടിച്ചു എന്നൊക്കെ പറയല്ലേ നമ്മൾ പണ്ട്, ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ടെലിഗ്രാഫ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻറ്റ് ഇൻ എവല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഓഫ് മോഡേൺ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് നമ്മുടെ ലാംഗ്വേജിലും ലിസണിങ്ങിലുമൊക്കെ വരുത്തിയ ഒരു വലിയ മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നോൺ ആസ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നാണ് ഇൻ്റർനെറ്റിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ആക്സസ് ടു വാസ്റ്റ് ആറേ ഓഫ് ഓഡിയോ ആൻഡ് വീഡിയോ കണ്ടൻസ്. അതായത് നമുക്ക് വലിയൊരു നോളജിൻ്റെ വലിയൊരു ശേഖരം നമുക്ക് തരുന്ന ഒരു ഏരിയയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി വി ആവുന്ന സമയത്ത് അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് മാത്രമേ അതിൽ വരുള്ളൂ. അതുപോലെ തന്നെ റേഡിയോയിലും എന്താണോ അതിൽ കൊടുക്കുന്ന പ്രോഗ്രാം അത് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഇറ്റ്സ് വെരി മച്ച് ഡിഫറെൻറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് അത് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഈ ടി വിയുടെ ആ ഒരു സാധ്യത ഇപ്പോൾ കുറഞ്ഞു വരാനുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് ഏത് ടൈപ്പ് സിനിമയാണോ കാണുന്നത് അത് നമ്മളപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈവായിട്ട് കാണണം. പണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. സോ ഒരു നോളജിൻ്റെ വലിയൊരു ഏരിയയാണ് ഇൻ്റർനെറ്റ് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. അത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിലും നമ്മുടെ നോളജ് സീക്കിങ്ങിലും ലേണിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷനും സ്കിൽസൊക്കെ കൂട്ടാനൊക്കെ ഇൻ്റർനെറ്റ് ലാംഗ്വേജ് കൂട്ടാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനേബിൾസ് ഇൻറ്ററാക്റ്റീവ് ലേണിംഗ് ത്രൂ പോഡ്കാസ്റ്റ്, വെബിനാർ, ഓൺലൈൻ കോഴ്സസ്. അതായത് നമ്മുടെ ഈ പോഡ്കാസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പോഡ്കാസ്റ്റുകൾ 3-4 ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. വെബിനാർസ്, ഒരാൾ ക്ലാസ് എടുക്കുന്ന പോലെ വെബിനാറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സസ്, ഇപ്പം നമ്മൾ കേൾക്കുന്ന ഓൺലൈൻ കോഴ്സസ്, ഇതൊക്കെ സാധ്യമാക്കിയത് ആക്ച്വലി ഇൻ്റർനെറ്റാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് വലിയ തോതിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്തായിരുന്നു? ലിസണിങ് സ്കിൽസ് ആൻഡ് മീഡിയ. ഈ ഒരു മീഡിയയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. ആ മീഡിയം ത്രൂ നമുക്ക് ഒരുപാട് നമ്മുടെ ലിസണിങ് സ്കില്ലിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അടുത്ത ഈ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എൻഹാൻസിങ് ലിസണിങ് സ്കിൽസാണ്. അതായത് ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഒരുപാട് നോളജും നമ്മുടെ ലിസണിങ് സ്കിൽസ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ മെറ്റീരിയലിൽ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു നട്ട്ഷെൽ അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പെരിഫറലായിട്ട് നോക്കുന്നേ ഉള്ളൂ. ഒരു ഏരിയ ആണ് വിമിയോ എന്ന് പറഞ്ഞാൽ ഒരു 2024 കണ്ടുപിടിച്ച ജെയ്ക്ക് ലോഡ്വിഗ്, അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഒരു പ്ലാറ്റ്ഫോമാണ്. ഓഫേഴ്സ് ഹൈ ക്വാളിറ്റി വീഡിയോ അക്രോസ് വേരിയസ് ചാനൽസ്. അതായത് ഈ വീഡിയോസൊക്കെ നമുക്ക് തരുന്ന
യൂട്യൂബൊക്കെ പോലെ വീഡിയോ ഒക്കെ നമുക്ക് തരുന്ന വേരിയസ് ആയിട്ടുള്ള ഏരിയാസ്, വേരിയസ് ആയിട്ടുള്ള ചാനൽസ് എന്നൊക്കെ നമുക്ക് വീഡിയോസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിമിയോ എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് എക്സ്പോഷർ ടു ഡൈവേഴ്സ് കണ്ടൻറ് എയ്ഡിങ് ഇൻ ലിസണിങ് കോംപ്രഹെൻഷൻ. അതായത് ഒരുപാട് കണ്ടൻറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ്സുള്ള നമ്മുടെ ലിസണിങ് സ്കില്ലൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിമിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂട്യൂബാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത് ഫൗണ്ട് ചെയ്ത് 2005 ഒരു 3 പേരാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്. നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് എ വാസ്റ്റ് ഏരിയ ഓഫ് വീഡിയോ ഫ്രം എഡ്യൂക്കേഷണൽ ടു എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റേയും എഡ്യൂക്കേഷൻ്റെയും ഒരുപാട് വീഡിയോസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ലാംഗ്വേജസ് പഠിക്കാം, നമുക്ക് കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റും. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, പ്രൊനൗൺസിയേഷൻസിൻ്റെ കാര്യങ്ങളുണ്ട്, ലിറ്ററേച്ചറിനെ കുറിച്ചുണ്ട്, എല്ലാത്തിനെ കുറിച്ചും നമുക്ക് അവയർനെസ് തരുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്, വലിയൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. നമ്മളതിനെ ശരിക്കും യൂസ് ചെയ്താൽ മാത്രം. അല്ലാതെ ഇതിൽ ഷോർട്സും സ്ക്രോൾ ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇൻഫ്ലുവൻസസ് തരുന്ന ഗിമ്മിക്കുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ അസ്, ഇറ്റ്സ് നോട്ട് ആൻ എൻ്റർടൈനിങ്, ഇറ്റ്സ് നോട്ട് എ വാല്യൂബിൾ പ്ലാറ്റ്ഫോം ഫോർ അസ്. അത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ട് മാത്രം, വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാത്രം മാറും. അത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ നമ്മളതിൻ്റെ പൊട്ടൻഷ്യൽ സൈഡും കൂടി നമ്മൾ നോക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസും കൂടി നമ്മളതിൻ്റെ ബെസ്റ്റ് വാല്യൂ കൂടി നമ്മളതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മുടെ ലിസണിങ് സ്കിൽസും നമ്മുടെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ടെഡാണ്. ടെഡ് എന്ന് പറഞ്ഞാൽ ടെഡ് ടോക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ടെഡ് ടോക്കുകളുണ്ട്. നമ്മുടെ ഓരോരോ ആളുകൾ അവരുടെ എക്സ്പീരിയൻസസും വേരിയസ് ആയിട്ടുള്ള ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കും, ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കും, സിനിമയെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്കില്ലിനെ കുറിച്ച് സംസാരിക്കും, സക്സസ് സ്റ്റോറീസിനെ കുറിച്ച് സംസാരിക്കും, ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകളോ അവരുടെ കണ്ടൻസ് ആളുകളുടെ ഇടയിലേക്ക്, ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെഡ് എന്ന് പറയുന്നത്. TED. ഈ ടെഡ് ഷോയിൽ ഇതേപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കേൾക്കുന്നതിലൂടെ നമ്മുടെ ലേണിങ്ങും ലിസണിങ്ങും പ്രൊനൗൺസിയേഷനും ഡിഫറെൻറ്റ് ആക്സെൻ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഫെബ്രുവരി 1984 സോൾ വൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഫൗണ്ടർ. ഫീച്ചേഴ്സ് ടാക്ക് ബൈ എക്സ്പേർട്സ് ഓൺ ഡൈവേഴ്സ് ടോപ്പിക്. അതായത് ഫീച്ചേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ കുറിച്ചുള്ള ടോക്കായിരിക്കും അതിൽ വരുന്ന ഒരു എക്സ്പേർട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ടെഡ് ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. ശശി തരൂരിൻ്റെയൊക്കെ നല്ല അടിപൊളി ടെഡ് ടോക്കുകളുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സിനിമയാണോ ഇഷ്ടം, അതിനെക്കുറിച്ചുള്ള ടെഡ് ടോക്ക് കാണാം. സോ മാക്സിമം ഇംഗ്ലീഷിലുള്ള ടെഡ് ടോക്കുകൾ കാണാം. സോ ഇറ്റ് ക്യാൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ. ഞാൻ ഇഷ്ടംപോലെ ടെഡ് ടോക്ക് കാണുന്ന ഒരാളായിരുന്നു എൻ്റെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. സോ it helped me a lot. So I think it also going to help you to improve your language skills. അപ്പോൾ നിങ്ങൾ ടെഡ് ടോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് കാണാൻ നോക്കുക. ബാക്കിയുള്ള റീൽസൊക്കെ അല്ലെങ്കിൽ ഷോർട്സൊക്കെ കാണുന്നതിൻ്റെ കൂടെ ഒരു ദിവസം ഒരു ടെഡ് ടോക്കെങ്കിലും കാണാം. നിങ്ങൾക്ക് സിനിമയാണോ ഇഷ്ടം, സിനിമയെക്കുറിച്ചുണ്ട്. ഫെമിനിസം ആണോ ഇഷ്ടം, അതിനെക്കുറിച്ചുണ്ട്. ലിറ്ററേച്ചർ ആണെങ്കിൽ അതിനെക്കുറിച്ചുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ലൈഫിൻ്റെ സ്കില്ലിന്, ബിസിനസ്സിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും അതിൽ ടോപ്പിക്കുകളുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ടെഡ് ടോക്ക് എന്ന് പറയുന്നത്. NPTEL എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസിങ് ലേണിംഗ്. അതും ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ IITയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും IIScയും കൂടി ജോയിൻ്റ് ആയിട്ട് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓഫേഴ്സ് ഓൺലൈൻ കോഴ്സസ് ഓൺ ആൻഡ് വീഡിയോസ് ലെക്ചേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതായത് ഹ്യൂമാനിറ്റീസിൽ, എഞ്ചിനീയറിങ്ങിനും സയൻസിനൊക്കെ കുറിച്ചുള്ള വീഡിയോസ്, ലെക്ചേഴ്സ്, ടോപ്പിക്സിനെ കുറിച്ചുള്ള ലെക്ചേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു NAPTEL കിട്ടും. അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഇപ്പോൾ JNUയിലുള്ള ടീച്ചേഴ്സ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചേഴ്സ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചേഴ്സൊക്കെ അവിടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഈ ഒരു സംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2003 ഫൗണ്ട് ചെയ്തത്. IITയും IIScയാണ് ജോയിൻ്റ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി അക്കാഡമിക് ലെക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, എൻഹാൻസിങ് ടെക്നിക്കൽ വൊക്കാബുലറി ആൻഡ് കോംപ്രഹെൻഷൻ. അതായത് നല്ല ക്ലാസ്സസ് ആയിരിക്കും ഇതിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ടാവും. ലെക്ചേഴ്സൊക്കെ ഇംഗ്ലീഷിലാണ് മാക്സിമം ഉണ്ടാവുന്നത്. ഹൈ ക്വാളിറ്റിയാണ്. ടെക്നിക്കൽ വൊക്കാബുലറിയും കോംപ്രഹെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഏരിയയാണ് സബ് ടൈറ്റിൽ വീഡിയോസ് എന്ന് പറയുന്നത്. അതായത്
ഈ സബ് ടൈറ്റിലിട്ട് വീഡിയോസ് കാണുന്നത് ഇറ്റ്സ് ബെറ്റർ. നമ്മൾ മലയാളം കാണുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ചിലപ്പോൾ കിട്ടും. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ആക്സെൻറ്റ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ചില വേർഡ്സൊന്നും നമുക്ക് മനസ്സിലാവില്ല, അവരുടെ ചില യൂസേജസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അടിയിൽ നമ്മൾ സബ് ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറ്റും. അതല്ലാതെ ഈ കൊറിയൻ മൂവീസ്, കൊറിയൻ ഡ്രാമാസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സബ് ടൈറ്റിൽ ഇട്ടിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റ് കൂട്ടുകയും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലേണിങ്ങിലും നമ്മുടെ പ്രൊനൗൺസിയേഷനിലും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ലാംഗ്വേജ് അക്വിസിഷനിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത് സബ് ടൈറ്റിൽ വീഡിയോസ്. അതുപോലെ തന്നെ ഓഡിയോ ഫയൽസ് ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോറേജ്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഓഡിയോ ഫയൽസ് ഉണ്ടാവും. അലോ ലേണേഴ്സ് ടു പ്രാക്ടീസ് ലിസണിങ് സ്കിൽ ഓൺ ദ ഗോ. ഓഡിയോ ഫയൽസ് ഫോർ ദ പ്രാക്ടീസ് ഓഫ് ലിസണിങ് സ്കിൽസ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഗാഡ്ജറ്റ് ഇൻ സ്പെസിഫിക് ഫോമാറ്റ്സ്. അതായത് നമ്മൾ ചെറിയ ഓഡിയോ ഫയൽസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫോണിലൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കില്ലേ, നമുക്ക് കേൾക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഈ ഒരു ഓഡിയോ ഫയൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ കിട്ടും. MP3 ആയിട്ടും MPEG ആയിട്ടും AAC ആയിട്ടും നിങ്ങൾ ആ മെറ്റീരിയലിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദർ ആർ ഓഡിയോ കോഡക്. ഓഡിയോ കോഡക് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പോലെയുള്ളൊരു ഡിവൈസാണ്. അത് നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങളെ കേട്ടിട്ട് നമുക്കതിനെ ഒരു ഫോർമാറ്റായിട്ട് നമുക്ക് എടുത്തു തരാൻ പറ്റും. കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിന് LME എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം അതിൽ കൊടുക്കുന്നുണ്ട്. വിച്ച് കൺവേർട്ട് വേവ് ഓഡിയോ ഫോർമാറ്റ് ടു MP3. LME എന്ന് പറഞ്ഞാൽ ഒരു കോഡക്കാണ്, ഒരു സോഫ്റ്റ്വെയർ പോലെയുള്ളൊരു കോഡക്കാണ്. ആ സാധനത്തിന് വേവ് എന്ന് പറയുന്ന ഓഡിയോ ഫോർമാറ്റിനെ MP3 ഫോർമാറ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയാസും ഏതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, റേഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയാസാണ്. എന്താണ് യൂട്യൂബ് ചെയ്യുന്നത്, എന്താണ് NPTEL, ഇത് ചിലപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് NPTEL എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, IITയും IISCയും. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും essay ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് മീഡിയ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനെയും ലിസണിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതുക. എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചത് അതെല്ലാം നമ്മൾ essay രൂപത്തിൽ നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.